ഇന്നത്തെ ടോട്ടോച്ചാൻ അധ്യായത്തിൻ്റെ പേരാണ് പ്രതിജ്ഞ. ടോമോ സ്കൂളിൽ സാധാരണ ഉച്ചയൂണ് കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ മേശയും അവനവൻ്റെ കസേരയും ഒക്കെ എടുത്തു മാറ്റി ഹാള് വൃത്തിയാക്കണം. അതാണ് ചിട്ട. സാധാരണഗതിയിൽ ഊണ് കഴിഞ്ഞ് എല്ലാവരുമായി ഒന്ന് സംസാരിക്കാനായി കൊബായാഷി മാസ്റ്റർ വൃത്തിയാക്കിയിട്ട് ഹാളിലേക്ക് വരും. അന്നത്തെ ദിവസവും അതുപോലെ തന്നെ ഉച്ചയൂണിന് ശേഷം കുട്ടികളെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ മാഷ് ഹാളിലേക്ക് വരാനുള്ള സമയമായി. നമ്മുടെ ടോട്ടോയാണെങ്കിൽ മാഷെ കാത്തിരിക്കുകയായിരുന്നു. സാധാരണ മാഷ് വന്ന് നിലത്ത് ചമ്രം പഴിഞ്ഞിരിക്കുന്ന സെക്കൻഡിൽ തന്നെ കാത്തു നിൽക്കുന്ന കുട്ടികൾ, ഒരാൾ മാഷിൻ്റെ തോളിൽ ചാടിക്കയറും, അടുത്തയാൾ ഇടുപ്പിൽ പിടിച്ചു നിൽക്കും, മറ്റേ ആൾ അരക്കെട്ടിൽ കയറിയിരിക്കും. അങ്ങനെയാണ്. എത്ര കുറച്ച് കഴിയുമ്പോഴേക്കും മാഷ് മതി മതി എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും കുട്ടികൾ ഇറങ്ങിപ്പോവില്ല. അതാണ് പതിവ്. അത്രയ്ക്ക് അടുപ്പമാണ് മാഷും കുട്ടികളുമായി. ഇന്നിപ്പോൾ ടോട്ടോ മാഷിനെ നോക്കിയിരിക്കുകയാണ്. മാസ്റ്റർ വന്ന് അവിടെ ഇരിക്കുമ്പോൾ തന്നെ നേരെ ചുമലിൽ ചാടിക്കയറണം. അതാണ് ടോട്ടോയുടെ ലക്ഷ്യം. നോക്കി നിൽക്കുന്ന കുട്ടികൾ ഓരോരുത്തരായി തള്ളിക്കയറി മാസ്റ്ററുടെ മടിയിലും അരക്കെട്ടിലും മുകളിലും ഒക്കെ ഇരിപ്പുറച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റാർക്കും അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. പുറകിലത്തെ ഒരു ഔട്ടർ കവർ പോലെ എല്ലാവർക്കും പിന്നെ മാസ്റ്ററെ കാണാൻ പറ്റുള്ളൂ. അത് ഒഴിവാക്കാനാണ് ടോട്ടോ നോക്കിയിരിക്കുന്നത്. മാസ്റ്റർ നിലത്ത് വൃത്തിയാക്കിയ അകത്തേക്ക് കയറി ആ വിശാലമായ ഹാളിൽ ഇരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ ടോട്ടോ മുമ്പിലേക്ക് ചെന്നു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, മാസ്റ്ററെ നോക്കി അവൾ പറഞ്ഞു. ഓ, എന്താണ്? പറഞ്ഞാട്ടെ. മാസ്റ്റർ പതുക്കെ നിലത്തെ ചമ്മറം പടിഞ്ഞ് ഇരിക്കാനുള്ള ഒരുക്കമായി. കുട്ടികളൊക്കെ നോക്കി നിൽക്കുകയാണ്. മാസ്റ്റർ ഇരിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് തന്നെ മാസ്റ്റർ ചുമലിൽ ചാടിക്കയറാനുള്ള തീരുമാനം ടോട്ടോ വേണ്ടാന്ന് വെച്ചു. കാരണം അവൾക്ക് പറയേണ്ട കാര്യം മുഖത്ത് നോക്കി പറയേണ്ടതാണ്. മാസ്റ്റർ ചമ്മറം പടിഞ്ഞിരുന്നപ്പോൾ നേരെ മുഖാമുഖം വന്നിട്ട് ടോട്ടോ അവളുടെ അതിമനോഹരമായ ചിരി പുറത്തെടുത്തു. സാധാരണഗതിയിൽ ടോട്ടോ ഇങ്ങനെ ചിരിക്കുന്ന കണ്ട ടോട്ടോയുടെ അമ്മ പറയാറുണ്ട്, നോക്കിക്കേ സുന്ദരിക്കോത ഇരുന്ന് ചിരിക്കുന്ന കണ്ടില്ലേ, എന്തോ സാധിക്കാനുണ്ട് എന്ന്. ടോട്ടോച്ചാന് തന്നെ അറിയാം അവളുടെ ഏറ്റവും പ്രസാദാത്മകമായ ഭാവമാണ് ഈ ചിരി എന്ന്. അപ്പോൾ ആ ചിരി പുറത്തെടുത്തുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ ടോട്ടോ മാസ്റ്ററോട് പറഞ്ഞു, അതേ, ഞാൻ വലുതാവുമ്പോൾ നമ്മളുടെ സ്കൂളിൽ ടീച്ചറാകാൻ പോവാണ്, ഇവിടെ തന്നെ വന്ന് ചേരാൻ പോവാണ്. ഇത് പറഞ്ഞപ്പോൾ ടോട്ടോ വിചാരിച്ചു മാസ്റ്റർ ആണോ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ചിരിക്കും എന്ന്. പക്ഷെ മാസ്റ്റർ ഒരു നിമിഷം ആലോചിച്ചു. ടോട്ടോച്ചാൻ ചോദിച്ചു, എന്താ? അപ്പം മാസ്റ്റർ പറഞ്ഞു, നീ ആലോചിച്ചിട്ടാണോ പറയുന്നത്? സത്യം? ടോട്ടോ പറഞ്ഞു, അതെ, ഞാൻ ആലോചിച്ചിട്ടാണ്. ഞാൻ തിരികെ വലിയ കുട്ടിയായി കഴിഞ്ഞ് ഒരു ടീച്ചറായി നമ്മുടെ ടോമോ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ ചേരും. മാസ്റ്റർക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ടോട്ടോച്ചാന് മാത്രമല്ല, ടോമോയിലെ ഏത് കുട്ടിക്കും ഒരു ടീച്ചറായി പ്രവർത്തിക്കാനാവും എന്നത് മാസ്റ്റർക്ക് അറിയാമായിരുന്നു. അവർക്ക് കുട്ടികളെ മനസ്സിലാവും, കുട്ടികളുടെ രീതികൾ മനസ്സിലാകും. ഏത് സ്കൂളിൽ, ഈ ടോമോ സ്കൂളിലല്ല എവിടെ പോയാലും ഈ കുട്ടികളൊക്കെ തന്നെ ആ സ്കൂളിന് ഒരു മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ മാസ്റ്റർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അനേക നാളത്തെ ഗൂഢമായ ആലോചനയ്ക്ക് ശേഷമാണ് താൻ ഈ തീരുമാനമെടുത്തത് എന്ന് ടോട്ടോച്ചാൻ മാസ്റ്ററോട് പറഞ്ഞു. ടോമോ ഗെക്വാൻ എന്ന സ്കൂളിൽ ആദ്യമായി അവൾ കയറി വന്നതും കൊബായാഷി മാസ്റ്ററുടെ മുമ്പിൽ മണിക്കൂറുകളോളം നീണ്ട ഭാഷണം നടത്തിയതും അവൾ ആലോചിച്ചു. അത്ര സമയത്തെ സംസാരത്തിന് ശേഷം കൊബായാഷി മാസ്റ്റർ അവളോട് പറഞ്ഞത്, നീ ഇനി മുതൽ ഈ സ്കൂളിലെ കുട്ടിയാണ് കേട്ടോ എന്നാണ്. അന്ന് അവൾക്കുണ്ടായിരുന്നതിൻ്റെ എത്രയോ ഇരട്ടി സ്നേഹമാണ് ഇന്നവൾക്ക് കൊബായാഷി മാസ്റ്ററോട് തോന്നുന്നത്. മാസ്റ്ററെ സന്തോഷിപ്പിക്കാനായി എന്ത് ചെയ്യാനും, മാസ്റ്റർ സ്കൂളിന് വേണ്ടി എന്ത് ചെയ്യാനും അവൾ ഒരുക്കമായിരുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ടോട്ടോച്ചാൻ്റെ തീരുമാനം അറിഞ്ഞ് ഇവിടെ തന്നെയാണ് പഠിപ്പിക്കുക എന്ന ഉറച്ച തീരുമാനം കേട്ടപ്പോൾ മാസ്റ്റർ ഒന്ന് ചിരിച്ചു. അപ്പോൾ മാസ്റ്റർ മാസ്റ്ററുടെ വലത്ത് കൈയുടെ വിരൽ നീട്ടിയിട്ട് ടോട്ടോയോട് പരമ്പരാഗത ജാപ്പനീസ് രീതിയിലുള്ള വാക്കുറപ്പിക്കൽ പോലെ കൈനീട്ടി. രണ്ടുപേരും ചെറുവിരല് കോർത്ത് ഒരു നിമിഷം നിന്നു. യഥാർത്ഥത്തിലും ഞാൻ ഇവിടെ തന്നെ പഠിപ്പിക്കാൻ വരും.
എന്ന് ടോട്ടോ ഒരിക്കൽ കൂടെ മാസ്റ്ററോട് ഉറപ്പിച്ചു പറഞ്ഞു. ആ നിമിഷത്തിൽ കൊബയാഷി മാസ്റ്റർ ഓർത്തതും ടോട്ടോ ചാൻ ദിവസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുൻപ് ടോമോ സ്കൂളിൽ ആദ്യമായി എത്തിയ ദിവസത്തെക്കുറിച്ചായിരുന്നു. പരമ്പരാഗത ജാപ്പനീസ് ശൈലിയിൽ അവൾ സത്യം ചെയ്തു കഴിഞ്ഞപ്പോൾ കൊബയാഷി മാസ്റ്റർ അവളെ നോക്കി നല്ല ഒരു ചിരി ചിരിച്ചു. മാഷിന്റെ ഇല്ലാത്ത പല്ലിനെക്കുറിച്ച് യാതൊരു ആലോചനകളുമില്ലാതെ തൊണ്ണ കാട്ടി ഒരു ചിരി. ഹെഡ് മാസ്റ്ററും കുട്ടിയും തമ്മിലുള്ള അതിമനോഹരമായ ആ നിമിഷത്തിന് ശേഷം ടീച്ചർ ആവുമ്പോൾ പിന്നെ ഞാന് എന്ന് പറഞ്ഞ് ടോട്ടോ പതിവ് പോലെ തൻ്റെ മനോരാജ്യത്തിലേക്ക് ഇറങ്ങി. ടോമോ സ്കൂളിൽ തിരികെ എത്തിക്കഴിയുമ്പോൾ ഏതു വിധത്തിലുള്ള ഒരു ടീച്ചറായിരിക്കും അവൾ എന്ന് അവൾ തന്നെ ആലോചിക്കുകയായിരുന്നു. അധികം ക്ലാസ്സുകൾ എടുക്കാത്ത, കൂടുതൽ കളികളിൽ ഏർപ്പെടുന്ന, കുട്ടികളെ കൊണ്ട് സവാരിക്കിറങ്ങുന്ന, പാചക ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്ന, കുട്ടികളെ യാത്രകൾക്ക് കൊണ്ടുപോകുന്ന ടോമോ ഗക്വാനിലെ ഒരു ടീച്ചർ അതാവുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്നും അതാണ് തനിക്ക് ഏറ്റവും നന്നായി ചെയ്യാനാവുന്ന ഒരു ജോലി എന്നും ആ ചെറിയ പെൺകുട്ടി തിരിച്ചറിഞ്ഞ ഒരു നിമിഷം കൂടിയായിരുന്നു മാസ്റ്റർക്കൊപ്പം ഉണ്ടായിരുന്നത്. വാസ്തവത്തിൽ ടോമോ എന്ന ആ ഇത്തിരിയോളം പോന്ന പള്ളിക്കൂടത്തില് 10 അതിലേറെയോ വർഷങ്ങൾ കഴിഞ്ഞു മാത്രം നിറവേറ്റാനാവുന്ന ഒരു ഉജ്ജ്വല പ്രതിജ്ഞയാണ് കൊബയാഷി മാസ്റ്ററും ടോട്ടോ ചാൻ എന്ന ചെറിയ പെൺകുട്ടിയും ചേർന്ന് എടുത്തത്. അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥിനിയെങ്കിലും സ്വന്തം സ്കൂളിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു എന്നത് കൊബയാഷി മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു നിറവേറൽ പോലെയായിരുന്നു. എന്നാൽ ജനങ്ങൾ പുറത്ത് പരിഭ്രാന്തരായിരുന്നു. കാരണം നിറയെ ബോംബുകളുമായി എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാവുന്ന അമേരിക്കൻ പോർ വിമാനങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ജനങ്ങളെ ആകെ പരിഭ്രാന്തിയിലാക്കിയിരുന്നു. സുന്ദരമായ ഒരു നിമിഷം മാസ്റ്ററും വിദ്യാർത്ഥിനിയുമായി പങ്കിട്ടപ്പോൾ സ്കൂളിന് പുറത്ത് പോർ വിമാനങ്ങൾ ഇരമ്പുകയായിരുന്നു. ജപ്പാന് മുകളിൽ യുദ്ധം ഉരുണ്ടുകൂടുകയായിരുന്നു.